ഹാർട്ട് അറ്റാക്ക് പോലുള്ള ഹൃദയ സംബന്ധമായ രോഗങ്ങളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരണകാരണം. ബീഡിയും സിഗരറ്റും ഏകദേശം 10 ലക്ഷം പേരെ കൊന്നൊടുക്കുന്നു. പുകവലി ഹാർട്ട് അറ്റാക്കിന്റെ സാധ്യത ഇരട്ടിയാക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾ മരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് മൂലമാണ്. ഇന്ത്യയിൽ പ്രായപൂർത്തിയായവർ മരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഹൃദ്രോഗമാണ്. ഇത് നിങ്ങളുടെ പ്രദേശങ്ങളിൽ വളരെയധികമുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ഇത്തരം മരണങ്ങൾ 25% കുറയ്ക്കാൻ സാധിക്കും. ആദ്യത്തെ ഹാർട്ട് അറ്റാക്ക് ഒരു മുന്നറിയിപ്പാണ്. രണ്ടാമത്തേത് മിക്കവാറും മരണത്തിൽ കലാശിക്കും. പുകവലി നിർത്തുന്നത് ഹാർട്ട് അറ്റാക്ക് സാധ്യതകൾ കുറയ്ക്കാൻ സഹായിക്കും. പുകവലി നിർത്താൻ ആഗ്രഹിക്കുന്നവർക്കായി ഒരു പുകവലി നിർത്തൽ ക്ലിനിക്ക് തുടങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും. പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധനം നടപ്പാക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചെറിയ കാര്യങ്ങൾ ചെയ്താൽ ഒരു പ്രധാന മരണകാരണത്തിൽ നിന്നും അനേകം ജീവൻ രക്ഷിക്കാൻ സാധിക്കും. വെറും 45 വയസ്സ് പ്രായമുള്ള യശ്പാലിന് ആദ്യത്തെ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞു. ഗ്രേറ്റർ നോയിഡയിലുള്ള MNCയിൽ അദ്ദേഹം സീനിയർ എഞ്ചിനീയറാണ്. അടുത്ത കാലം വരെ അദ്ദേഹം പുകവലിക്കുമായിരുന്നു. എന്നാൽ അദ്ദേഹം നിർത്തി. ഇപ്പോൾ അത് അനുഭവത്തിലൂടെ അദ്ദേഹം ഇക്കാര്യം പഠിച്ചു. ആദ്യത്തെ ഹാർട്ട് അറ്റാക്ക് അതിജീവിച്ച അദ്ദേഹം ഭാഗ്യവാനായിരുന്നു. ഇനിയൊരു റിസ്ക് എടുക്കാൻ അയാൾ തയ്യാറല്ല. മിസ്റ്റർ യശ്പാൽ വർമ്മ എന്നെ കാണാൻ വന്നിരുന്നു. അദ്ദേഹത്തിന് വളരെ നെഞ്ചുവേദനയുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച പലപ്പോഴായി രോഗലക്ഷണങ്ങൾ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ അത് ഗൗരവമായി എടുത്തില്ല. ഇത് ഗ്യാസിന്റെ പ്രശ്നമാണെന്ന് അദ്ദേഹം വിചാരിച്ചു. പിന്നെ മാംസപേശികളിൽ ഉണ്ടാകുന്ന വേദനയുമാണെന്നാണ് അദ്ദേഹം കരുതിയത്. പക്ഷേ 3 ദിവസങ്ങൾക്ക് മുൻപ് ECG പരിശോധിച്ചപ്പോൾ മനസ്സിലായി അദ്ദേഹത്തിന് ഹൃദ്രോഗമാണെന്ന്. അദ്ദേഹം ഒരു പുകവലിക്കുന്ന ആളാണ്. ഇനിയും ഒരിക്കൽ പുകവലിക്കില്ലെന്ന് അയാൾ തീരുമാനിച്ചു. ഞാൻ ഇനി പുകവലിക്കില്ല. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കണം. ഒരിക്കൽ ഞാൻ വല്ലാതെ വേദന സഹിച്ചു. ഇനി എനിക്ക് വയ്യ. എൻ്റെ ഭാവിക്കായി ഞാൻ മുൻകരുതലുകൾ എടുക്കും. പുകവലി നിർത്തുന്നതിന് പുറമെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ 2-3 ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കണം. രക്തസമ്മർദ്ദം കുറയ്ക്കാനുള്ള ആസ്പിരിൻ, ബീറ്റാ ബ്ലോക്കേഴ്സ്, ആസ് ഇൻഹിബിറ്റേഴ്സ് ആൻഡ് ഡ്യൂററ്റിക്സ് ഉപയോഗിക്കുക. കൊളസ്ട്രോൾ കുറയ്ക്കാൻ സ്റ്റാറ്റിൻ നല്ലതാണ്. റിസ്ക് സ്റ്റേജിലുള്ള ഹാർട്ട് അറ്റാക്ക് രോഗികളെ രക്ഷിക്കാൻ എല്ലാ CSCയിലും മരുന്നുകൾ ഉറപ്പാക്കണം. BP കുറയ്ക്കാൻ വേണ്ടി ബീറ്റാ ബ്ലോക്കേഴ്സ്, ഏസ് ഇൻഹിബിറ്റേഴ്സ്, പിന്നെ ഡ്യൂററ്റിക്സിന്റെ സ്റ്റോക്ക് വേണം. കൊളസ്ട്രോൾ കുറയ്ക്കാൻ സ്റ്റാറ്റിൻ വേണം. പുകവലി നിരോധനം എങ്ങനെ നടപ്പിലാക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റി സ്ഥാപിക്കുക. പുകവലി നിർത്തൽ ക്ലിനിക്ക് നിങ്ങളുടെ ജില്ലയിൽ തുടങ്ങാൻ നാഷണൽ പ്രോഗ്രാം ഫോർ ടുബാക്കോ കൺട്രോളിനെ കത്തെഴുതുക. ചെറിയ കാര്യങ്ങളിലൂടെ അകാല മരണങ്ങൾ നിങ്ങളുടെ ജില്ലയിൽ 25% കുറയ്ക്കാൻ